ട്രംപിന്റെ കോള് പലതവണ വന്നിട്ടും ഒരു വട്ടം പോലും മറുപടി നൽകാൻ മോദി തയ്യാറായില്ല. കഴിഞ്ഞ ആഴ്ചയിലുണ്ടായ ട്രംപിന്റെ 3-ലധികം കോളുകളാണ് മോദി കണ്ടില്ലെന്ന് നടിച്ചത്. ട്രംപിന്റെ കോളുകൾ മോദി നിരസിക്കുകയാണെന്ന് ജർമ്മൻ മാധ്യമമായ ഫ്രാങ്ക്ഫർട്ടൻ ആൽജമൈൻ സെയ്തൂങ് റിപ്പോർട്ട് ചെയ്തു. US സമ്മർദ്ദത്തിന് ഇന്ത്യ വഴങ്ങുന്നില്ലെന്നും ചൈനയും റഷ്യയുമായുള്ള ബന്ധം ഒരേപോലെ ഇന്ത്യ മുന്നോട്ട് കൊണ്ടുപോവുകയാണെന്നുമാണ് റിപ്പോർട്ടിൽ പറയുന്നത്. റഷ്യയിൽ നിന്നും ഇന്ത്യ എണ്ണ ഇറക്കുമതി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അമേരിക്ക അധിക തീരുവയാണ് ചുമത്തിയത്. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ചുമത്തിയ അധിക തീരുവ ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. നടപടികൾക്കെതിരെ കനത്ത എതിർപ്പ് ഇന്ത്യ അറിയിച്ചെങ്കിലും തീരുമാനത്തിൽ നിന്ന് പിന്മാറാൻ അമേരിക്ക തയ്യാറായിരുന്നില്ല. പുതിയ താരിഫ് നിലവിൽ വന്നതോടെ US-ലേക്ക് ജൈവ രാസവസ്തുക്കൾ കയറ്റുമതി ചെയ്യുന്നതിന് 54% അധിക തീരുവ ഈടാക്കും. കാർപ്പറ്റുകൾക്ക് 52.9%, നെയ്ത്ത് വസ്ത്രങ്ങൾക്ക് 60.3%, തുണിത്തരങ്ങൾ, മേക്കപ്പ് പ്രോഡക്ട്സ് എന്നിവയ്ക്ക് 59%, വജ്ര സ്വർണ്ണ ഉൽപ്പന്നങ്ങൾക്ക് 52.1%, യന്ത്ര സാമഗ്രികൾ, മെക്കാനിക്കൽ ഉപകരണങ്ങൾ എന്നിവയ്ക്ക് 51.3%, ഫർണിച്ചർ, കിടക്ക, മെത്തകൾ എന്നിവയ്ക്ക് 52.3%മാണ് തീരുവ ഉയർത്തിയിരിക്കുന്ന മേഖലകൾ. 25% അധിക തീരുവ നടപ്പാവുമ്പോൾ അമേരിക്കയിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേലുള്ള ഇറക്കുമതി തീരുവ ആകെ 50% ആകും. അധിക തീരുവ ഇന്ത്യൻ ഇറക്കുമതിക്കാർക്ക് വലിയ വെല്ലുവിളിയാണ്. അധിക തീരുവ സംബന്ധിച്ച ഉത്കണ്ഠകൾ ഇന്ത്യൻ ഓഹരി വിപണിയിലും രൂപയുടെ മൂല്യത്തിലും പ്രതിഫലിച്ചിരുന്നു. അധിക തീരുവ ബാധിക്കാനിടയുള്ള കയറ്റുമതിക്കാരെ സഹായിക്കാൻ സാമ്പത്തിക സഹായ പദ്ധതികളും ഒപ്പം വാണിജ്യ മന്ത്രാലയ കയറ്റുമതി വൈവിധ്യവൽക്കരണത്തിന് 50ഓളം കമ്പോളങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ കയറ്റുമതിക്കാരെ സംബന്ധിച്ചിടത്തോളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും തൊഴിൽ നഷ്ടവും ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്ത് വില കൊടുത്തും ദേശീയ താൽപര്യം സംരക്ഷിക്കുമെന്നും എത്ര സമ്മർദ്ദം ഉണ്ടായാലും അത് താങ്ങാനുള്ള ശക്തി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുമെന്നും നരേന്ദ്രമോദി പറഞ്ഞു. കർഷകർക്കും ചെറുകിട സംരംഭകർക്കും മൃഗപരിപാലനം നടത്തുന്നവർക്കും ഏതെങ്കിലും തരത്തിലുള്ള ദോഷം വരാൻ അനുവദിക്കുന്നില്ലെന്നും പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ വിദേശമന്ത്രി S. ജയശങ്കർ അമേരിക്കയെയും ട്രംപിനെയും പേര് പറയാതെ പരിഹസിച്ചിരുന്നു. വ്യാപാരത്തിന് അനുകൂലമായ ഒരു അമേരിക്കൻ ഭരണകൂടം വ്യാപാരം ചെയ്യുന്നതിന്റെ പേരിൽ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നത് വിരോധാഭാസമാണെന്നും നിങ്ങൾക്ക് ഇന്ത്യയിൽ നിന്നും എണ്ണ വാങ്ങാൻ ഇഷ്ടമില്ലെങ്കിൽ വാങ്ങണ്ട എന്നും ആരും നിർബന്ധിക്കുന്നില്ലെന്നും ജയശങ്കർ പറഞ്ഞു. ട്രംപും ഇന്ത്യയും തമ്മിലുള്ള പ്രശ്നത്തിന്റെ മൂല കാരണം അംബാനിയാണെന്നുമുള്ള ആരോപണങ്ങളും ഉയർന്നു വന്നിരുന്നു. റഷ്യയിൽ നിന്ന് വളരെ കുറഞ്ഞ തുകയ്ക്ക് എണ്ണ ഇറക്കുമതി ചെയ്ത് ഇന്ത്യയിൽ വളരെ ഭീമമായ തുകയ്ക്ക് വിറ്റ് കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കുള്ളിൽ $16 ബില്യൺ ലാഭം റിലയൻസ് പോലുള്ള സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയെന്ന് US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബസന്റ് ആരോപിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം അംബാനിയുടെ വീട്ടിൽ നടന്ന റെയ്ഡും ഇതിന്റെ ഭാഗമാണോ എന്നും പലയിടങ്ങളിൽ നിന്നും അഭ്യൂഹങ്ങൾ വന്നിരുന്നു. തീരുവ പ്രാബല്യത്തിൽ വന്നതോടെ അവശ്യ സാധനങ്ങൾക്കടക്കം വില കൂടുകയും കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളെ നടപടി ബാധിക്കുമെന്നും ഉറപ്പാണ്.